ഗുഡ് ഡേ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ് അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് എന്ത് അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ്. ഇന്ന് നോക്കുന്നത് അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ് ആണ്. ഓക്കെ, അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതാണ് എന്ത് അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ്. അതിൻ്റെ പ്രൂഫും കൂടെ നോക്കാം. അതായത് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന രീതിയിൽ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. അതായത് ഇത് എ ഇത് ബി, അത് നമുക്ക് 2 ഇവൻറ്റ്സ് രീതിയിലാക്കി. അതായത് പി ഓഫ് എ യൂണിയൻ ബി എന്ന രീതിയിലാക്കി. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതേ രീതി നമുക്ക് അങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്ക് പകരം എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. ഓക്കെ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സി ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ എക്ക് ഇവിടെ എന്താണ് എ യൂണിയൻ ബി ആണ്. ഓക്കെ, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എന്താണ് സി. ഓക്കെ, അപ്പം എന്ത് ചെയ്തു, നമ്മളിതിനെ 2 ഇവൻറ്റ്സ് എന്ന രീതിയിലാക്കി. എ യൂണിയൻ ബി എ ആയിട്ടും സി എ ബി ആയിട്ടും ആക്കി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് എ യൂണിയൻ ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്ന് അറിയാം. അഡീഷൻ തിയറം ഫോർ 2 ഇവൻറ്റ്സ് വെച്ച് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, പ്ലസ് എന്താണ് പി ഓഫ് സി മൈനസ് പ്രോബബിലിറ്റി ഓഫ്, നമുക്ക് എങ്ങനെ എഴുതാം, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം. നമ്മൾ ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെ എഴുതാമെന്ന്. ഈ ഒരു ഫോം വന്നാൽ, അതായത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എങ്ങനെ എഴുതാം, എ ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, ബി ഇൻ്റർസെക്ഷൻ സി എന്ന രീതിയിൽ നമുക്ക് എന്ത് എഴുതാം. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എങ്ങനെ എഴുതാം, എ ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ സി, ഇവിടുത്തെ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എഴുതാം. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇതേപോലെ എഴുതുന്നു പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എന്താണ് പ്ലസ് പി ഓഫ് സി മൈനസ് ബ്രാക്കറ്റ് ഇടുകയാണ്. ഇത് എ യൂണിയൻ ബി എന്ന രീതിയിലായി അല്ലേ, എ യൂണിയൻ ബി എന്ന രീതിയിലായി. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം, എ യൂണിയൻ ബി എഴുതാം പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അത് എക്ക് വരെ എന്താണ് പി ഓഫ് എക്ക് വരെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് പി ഓഫ് ബി എന്ന് പറയുമ്പോൾ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത്
എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എ എന്നോട് ഇവിടെ എന്താണ്? എ ഇൻ്റർസെക്ഷൻ സി ആണ്. ഓക്കെ, ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ പിന്നെ ഇവിടെ എക്ക് പകരം എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ എക്ക് പകരം എന്താണ്? എ ഇൻ്റർസെക്ഷൻ സി. ബിക്ക് എന്താണ്? ബി ഇൻ്റർസെക്ഷൻ സി. അപ്പം എ ഇൻ്റർസെക്ഷൻ പിന്നെ എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ സി എടുക്കുക, സി ഇൻ്റർസെക്ഷൻ ബി എടുക്കുക, ബി ഇൻ്റർസെക്ഷൻ സി എടുക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്നാണ് എൻ്റെ മീനിങ് കേട്ടോ. രണ്ട് സി വന്ന് സിക്ക് കോമൺ ആയിട്ട് എടുക്കുക എന്നാണ്. അപ്പോൾ ഒരു സി ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. നമുക്കറിയാം സി ഇൻ്റർസെക്ഷൻ സി എന്താണ്? സി ആണ്. നമ്മൾ നേരത്തെ അതിൽ ആൾജിബ്ര ഓഫ് ഇവൻസ് പറഞ്ഞായിരുന്നു. എ യൂണിയൻ എ എന്താണ്? എ ആയിരിക്കും. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും നമ്മൾ പറഞ്ഞായിരുന്നു. ആൾജിബ്ര ഓഫ് ഇവൻസിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം സി ഇൻ്റർസെക്ഷൻ സി എന്ത് തന്നെയാണ്? സി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി നമുക്ക് എഴുതാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് എഴുതാം. ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ? ഇവിടുത്തെ ഒരു പ്രോബബിലിറ്റി ഓഫ് സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സി. ഓക്കെ, എന്താ? മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അടുത്ത എന്താണ്? മൈനസ് അല്ലേ? മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഇവിടുത്തെ എന്തുണ്ട്? മൈനസ് അല്ലേ? അപ്പം മൈനസ് പി പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ഇവിടുത്തെ മൈനസും കൂടെ ചേർന്ന് എന്താ? പ്ലസ്സാണ്. പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഈ രീതിയിലാണ്. ഇതാണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇതാണ് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അധികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ അതുപോലെ എഴുതുക ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ സി. ഈ യൂണിയൻ കൊടുക്കുക ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, അതേ രീതിയിൽ തന്നെയാണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് വന്നാൽ എങ്ങനെ എഴുതാം? എ യൂണിയൻ സി. ഓക്കെ, നടുക്കെടുക്കുന്ന ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ, ഇത് നമ്മൾ എഴുതി പഠിച്ചായിരുന്നു. ആൾജിബ്ര ഓഫ് ഇവൻസിൽ നമ്മളിത് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അഡീഷൻ തിയറം ഫോർ 3 ഇവൻറ്റ്സ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ.